ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിബിത. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പോകാം കേട്ടോ. നിങ്ങൾ ഓൾറെഡി തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്. കൊച്ചി ടു ബാംഗ്ലൂരാണ് കേട്ടോ പോകുന്നത്. എല്ലാം സഡൻ പ്ലാൻ ആയിരുന്നുകൊണ്ട് തന്നെ 11 മണിയാകുമ്പോഴാണ് തീരുമാനിച്ചത്. 6:30 ഫ്ലൈറ്റ് ആണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം പാക്കൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വന്നിട്ട് ഒരു 3 മണി 3:30 ആയപ്പോഴത്തേനും ഞാൻ എണീറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ട്രാവൽ ചെയ്യാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കയ്യിൽ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനുള്ള ജാക്കറ്റ്സ് ഒന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഊബർ ബുക്ക് ചെയ്തു. നെടുമ്പാശ്ശേരിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരു 40 to 45 മിനിറ്റ്സ് ആയപ്പോഴത്തേനും നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലിലാണ് കേട്ടോ പോകേണ്ടത്. അങ്ങനെ കറക്റ്റ് ഒരു 4:45 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി നേരെ പോയി ഫ്രണ്ട് എൻട്രിയിൽ എത്തി. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് കേട്ടോ. അവിടെ ടിക്കറ്റും ID കാർഡും കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് അവർ കയറ്റി വിട്ടു. പിന്നെ ഞാൻ പോയത് ബോർഡിംഗ് പാസ് എടുക്കാനാണ് കേട്ടോ. ഞാൻ എയർ ഇന്ത്യയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ പോയി നിന്നു. ടിക്കറ്റും ID കാർഡും കാണിച്ചു കൊടുത്തു. അവർ ബോർഡിംഗ് പാസ് തന്നു. അതിനുശേഷം ഒരു സേഫ്റ്റി ചെക്കും കൂടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചെക്കും കൂടെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റ് നമ്പർ 6 വന്നിട്ടോ. ഗേറ്റ് നമ്പർ 6 ആയിരുന്നു കേട്ടോ എൻ്റെ റെസ്റ്റിംഗ് ഏരിയ. അങ്ങനെ ഒരു 5:35 ഒക്കെ ആയപ്പോഴത്തേനും അവർ ബോർഡിങ്ങിനായിട്ടുള്ള സീറ്റ് നമ്പേഴ്സ് ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ സീറ്റ് നമ്പർ അവർ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ എൻ്റെ ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് ബോർഡിംഗ് ഏരിയയിലേക്ക് കയറിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത് കാണാനുണ്ടായിട്ട് എനിക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം ഫ്ലൈ ചെയ്യാന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചത് കുറച്ച് ടഫ് ആയിരിക്കും, കാരണം ഫസ്റ്റ് ടൈം പോവാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ആയില്ല കേട്ടോ. എല്ലാം ഈസി ആയിട്ട് തന്നെയാണ് ഫീൽ ആയത്. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ 2 സ്ഥലത്തും കൂടെ ആ ഒരു ടിക്കറ്റ് അവർ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വലതുകാലം വെച്ച് ഫ്ലൈറ്റിൽ കയറിട്ടോ. പിന്നെ ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ എയർ ഹോസ്റ്റസ് നമ്മുടെ സീറ്റ് പറഞ്ഞു തന്നു. സീറ്റിന്റെ മുകളിൽ തന്നെ നമുക്ക് ബാഗ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ എൻ്റെ ബാഗ് ഞാൻ വെച്ച് സീറ്റിൽ കയറിയിരുന്ന സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ കറക്റ്റ് ടൈം ആയപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. വിൻഡോ സീറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സ്കൈൻ്റെ വ്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റി. കാരണം ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 2 പയ്യന്മാർ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവരോട് ചോദിച്ചു എനിക്കൊരു വീഡിയോ എടുത്ത് തരാമെന്ന്. അവരെടുത്ത് തന്നാണ് ഈ ഒരു വീഡിയോ. എന്ത് രസമാണല്ലേ സ്കൈ ഇങ്ങനെ കാണാനായിട്ട്. വിചാരിച്ചതിൽ നേരത്തെയാണ് കേട്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കയറിയതും അറിഞ്ഞില്ല ഇറങ്ങിയതും അറിഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ട് അവർ ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ടൈം നോക്കിയപ്പോൾ 7 മണിയായിട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചേക്കാളും നേരത്തെ. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്ത് ടെർമിനൽ നമ്പർ 1 പോകാനുള്ള ബസ് കയറിയിട്ടോ. അവിടെ നിന്നാണ് കേട്ടോ എനിക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ് വരുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ് വീഡിയോ ഇവിടെ എൻ്റെ ആവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.